താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചതായി സർക്കാർ കോടതിയെ അറിയിക്കും. പരീക്ഷാഫലം തടഞ്ഞുവച്ചതിനെ കോടതി നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ. കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ ഇത് പരിഗണിച്ച സമയത്ത് ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം എന്തുകൊണ്ടാണ് സർക്കാർ തടഞ്ഞത്? പരീക്ഷാഫലം തടയാനായിട്ടുള്ള കാരണം എന്താണ്? നിയമ നടപടി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾ പരീക്ഷാഫലം തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാകുമെന്നുള്ളതായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. ഈ നിരീക്ഷണവും ഈ വിമർശനവും ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ 2 ദിവസം മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ഈ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാ ഫലം പുറത്തുവിട്ടിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ന് ഹൈക്കോടതി അറിയിക്കും. ഇത് 2ാം തവണയാണ് ഈ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വരുന്നത്. നേരത്തെ വന്ന സമയത്ത് ഹൈക്കോടതി ജാമ്യം നൽകില്ല എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്.